ഇത് ഞായറാഴ്ച രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. കുറച്ച് വൈകിട്ടാണ് വീഡിയോ വരുന്നത്. അപ്പോൾ കുഞ്ഞൂസ് തലേദിവസം അമ്മയുടെ അടുത്തായിരുന്നു കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ രാവിലെ നല്ല തണുപ്പാണ്. ചില ദിവസം തണുപ്പുണ്ടാവും, ചില ദിവസം തണുപ്പുണ്ടാവില്ല കേട്ടോ. പിന്നെ ഞാൻ വേഗം കാപ്പി വെച്ചു. എനിക്ക് രാവിലത്തെ കാപ്പി നിർബന്ധമാണ് കേട്ടോ. എണീറ്റ് വന്ന് ആ ഒരു കാപ്പി കുടിച്ചാലേ ഒരു ഉഷാറ് കിട്ടുള്ളൂ. ഈ ഒരു കാപ്പി ഒഴിവാക്കണം എന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ നല്ല മധുരം ഇട്ടിട്ടാണ് ഞാൻ കാപ്പി ഉണ്ടാക്കുക. അപ്പോൾ മധുരമൊക്കെ ഒന്ന് കുറയ്ക്കണം, തടി കുറയ്ക്കണം എന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ ലാസ്റ്റ് കാപ്പിയാണ്. ഇനി ഞാൻ കാപ്പി കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കാപ്പി കുടിക്കുന്നത്. പിന്നെ ഇന്ന് രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കുക്കർ കാണിക്കുന്ന സമയത്ത് ഈ കുക്കറിന്റെ ലിങ്ക് ഉണ്ടോ എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബട്ടർഫ്ലൈന്റെ കുക്കറാണ് കേട്ടോ. ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഗ്രീൻ പീസ് കറി ഞാൻ ഇതിനു മുമ്പ് വെച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെ വെക്കണം എന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ അതിനകത്ത് മുറിച്ചിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഇടണം എന്ന് വിചാരിച്ചു, പക്ഷേ ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് ഞാൻ വേഗം ചപ്പാത്തിക്കുള്ളത് കുഴച്ചെടുക്കുകയാണ്. ആദ്യമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെക്കാത്ത കറിയൊക്കെ വെക്കുമ്പോൾ എനിക്കൊരു ടെൻഷനൊക്കെ ഉണ്ടാവും കേട്ടോ. ഇപ്പം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ആവും എന്നുള്ളത് എനിക്കറിയാം കേട്ടോ. ഞാൻ എന്തെങ്കിലുമൊക്കെ ആക്കി എടുക്കും എന്നുള്ളത് അറിയാം. പിന്നെ ഇവിടെ ആർക്കും അങ്ങനെ നിർബന്ധങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. അവർക്ക് ഇപ്പം എന്തെങ്കിലും ഒരു ഇച്ചിരി ഫാൾട്ട് പറ്റിയാലും അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് വലിയ ടെൻഷനും ഇല്ല കേട്ടോ. അപ്പോൾ ഒരു 5-8 വിസിലൊക്കെ വന്നപ്പോൾ ഞാനിത് കുക്കറൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ചപ്പാത്തിയൊക്കെ ഞാനൊന്ന് പരത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഗ്രീൻ പീസ് വെന്തിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങയൊക്കെ ചിരകി റെഡിയാക്കിയിട്ട് തേങ്ങയിലേക്ക് ഞാൻ പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്, കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെ നല്ല ഗ്രീൻ പീസ് കറി ഞാൻ ഉദ്ദേശിച്ച പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ കറിയുടെ കളറാണ് കേട്ടോ നോക്കുക. ഗ്രീൻ പീസ് കറി എന്നൊക്കെ പറയുമ്പോൾ ഒരു പച്ച കളറൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ആ കളറൊക്കെ വന്നപ്പോൾ എനിക്ക് സന്തോഷമായി കേട്ടോ. പിന്നെ വേഗം ഞാൻ കറിയൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പാത്രങ്ങൾ കഴുകാൻ കുറേ ആയിട്ടുണ്ട്, കഴുകാൻ നിന്നില്ല. ഞാൻ വേഗം ചപ്പാത്തി ചുടാൻ വേണ്ടി നിന്നോട്ടെ. എനിക്കിങ്ങനെ പാത്രങ്ങൾ കഴുകാൻ കാണുമ്പോൾ തന്നെ ഭ്രാന്താണ്. അപ്പോൾ ഞാൻ ഒരു ചപ്പാത്തി ചുടുമ്പോഴത്തേക്ക് പിന്നെ ഏട്ടൻ ചുട്ടോളാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് സമാധാനമായപ്പോൾ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി എടുക്കാൻ. ഇവിടെയാണെങ്കിൽ അങ്ങനെ പാത്രങ്ങൾ കൂട്ടിയിടാൻ വേണ്ടി പറ്റില്ല കേട്ടോ. ആരെങ്കിലും പെട്ടെന്ന് കയറി വന്നാൽ കാണുന്നത് പാത്രങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് പാത്രങ്ങളൊക്കെ കഴുകി അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ രാവിലത്തെ ചായ കുടിക്കാൻ കുഞ്ഞൂസിനെ കാണാത്തതുകൊണ്ട് കുഞ്ഞൂസിനെ തിരഞ്ഞ് അപ്പുറത്തേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തേക്ക് പോയപ്പോൾ അമ്മ ദോശ ഇടുകയാണ്. അവിടെ നോക്കിയപ്പോൾ അമ്മയും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അമ്മ ഇന്ന് ഗ്രീൻ പീസ് കറിയാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തായാലും അപ്പുറത്ത് ഉണ്ടാക്കില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞൂസ് ടി വി കാണാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഇവിടുന്ന് ദോശ മതി, ഞാൻ ഇവിടുന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അവൻ അവിടുന്ന് ചായ കൊടുത്തിട്ട് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് വന്നു. പിന്നെ ഞങ്ങളും വേഗം ചായയൊക്കെ വെച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ. ഈ ഒരു ചായ കാപ്പി കൂടി കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ തടി ഒന്ന് കുറയ്ക്കണം എന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ഒഴിവാക്കണം എന്ന് വെച്ചിട്ടാണ് ചായ പൊടിയും കാപ്പി പൊടിയൊക്കെ കുറയ്ക്കണം എന്ന് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ വേഗം എല്ലാവരുടെയും ഒന്ന് അടിച്ച് വാരി ഒന്ന് തുടച്ചിട്ടോ. ഞായറാഴ്ച ദിവസമൊക്കെ ആകുമ്പോൾ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് കയറി വരും കേട്ടോ. അതുകൊണ്ട് വേഗം എല്ലാം ഒന്ന് അടിച്ച് വാരി തുടച്ചൊക്കെ ഇട്ടു. അപ്പോൾ അകത്തത്തെ ഏകദേശം പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുറത്ത് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ മുറ്റത്തെ കാടൊക്കെ പറിച്ച് ഒന്ന് മുറ്റമൊക്കെ ഒന്ന് ചെത്തി ഒന്ന് വൃത്തിയാക്കണം എന്നുണ്ട്. അപ്പോൾ എല്ലാം ഒറ്റയടിക്ക് പറ്റില്ല, പറ്റുന്നത് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പൂച്ചക്കുട്ടിയാണെങ്കിൽ എന്നെ കാട് പറിക്കാൻ സമ്മതിക്കുന്നില്ല. വെയിലാവുന്നതിന് മുന്നേ പറ്റുന്നത്ര ചെത്താന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ബാക്കി ഏട്ടൻ വന്നിട്ട് ചെത്തിയിട്ടോ. പിന്നെ വെയിലായപ്പോൾ ഞങ്ങൾ അത് നിർത്തി. അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ വേലി വീശലാണ്. നമ്മുടെ ബാക്ക് വശത്തെ വേലി മൊത്തം ചാഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ അത് വീശുകയാണ്. അപ്പോൾ ഞായറാഴ്ച ദിവസമാണ് കേട്ടോ ഇങ്ങനത്തെ പണികളൊക്കെ ഞങ്ങൾ ഏറ്റെടുക്കുക. പറമ്പിൽ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസമാണ് കേട്ടോ ഞങ്ങൾ ചെയ്യുക. പിന്നെ രണ്ടുപേരും കൂടി ചെയ്യുമ്പോൾ അങ്ങനെ വലിയ ബുദ്ധിമുട്ട് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു രസമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.